നവകേരള യാത്രയ്ക്കിടയിലെ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത 24-ന്റെ റിപ്പോർട്ടർ വിനീത വിജിക്കെതിരെ കേസെടുത്തൽ ഇപ്പോഴും പ്രതിഷേധം ശക്തമായി തുടരുന്നു. വിഷയം നിയമസഭയിൽ താൻ ഉന്നയിക്കുമെന്ന് കെ രമ MLA 24-നോട്. വിമർശനങ്ങളെ ഭയക്കുന്നതുകൊണ്ടാണ് ഇത്തരം നടപടികൾ സർക്കാർ ചെയ്യുന്നത്. CDR ചോർച്ചയിൽ അന്വേഷണം വേണമെന്നും കെ രമ MLA ആവശ്യപ്പെട്ടു. CPM-ന് സ്തുതി പാടുന്ന ആളുകളൊക്കെ എല്ലാം നല്ലവർ, അവർക്കെതിരെ മോശം റിപ്പോർട്ട് കൊടുക്കുന്ന ആളുകൾ മുഴുവൻ മോശക്കാർ. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതേസമയം പിണറായി വിജയന് വേണ്ടി, കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് വേണ്ടി 4 വാക്ക് പൊക്കിപ്പറഞ്ഞാൽ അവരേറ്റവും നല്ല മാധ്യമപ്രവർത്തകം, വിമർശിച്ചാൽ വിമർശനം ഉൾക്കൊള്ളാത്ത നേതൃത്വമാണ് ഇവിടെ ഉള്ളത് എന്നും ആ ഭരണകർത്താക്കളാണ് നമ്മുടെ നാട് ഭരിക്കുന്നത്. ഒരു പെൺകുട്ടിയെ അവരുടെ മനോവീര്യം കെടുത്തുകയാണ് ചെയ്യുന്നത്. ഒരു റിപ്പോർട്ട് ചെയ്യുന്നിടത്തിലേക്ക് അവളെ വലിയതൊരു കേസെടുത്ത് അവളെ ഭയപ്പെടുത്തുകയല്ലേ എന്താ ചെയ്യുന്നത്? അതുകൊണ്ട് അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും അതിശക്തമായി സഭയിൽ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ ഉന്നയിക്കും. കുറുപ്പുംപടി പോലീസിൻ്റേത് കുപ്രസിദ്ധമായ നടപടിയെന്ന് ET മുഹമ്മദ് ബഷീർ MP. ഇവർ വിചാരിക്കുന്ന എല്ലാ ഏകാധിപതികളും അങ്ങനെയാണ്. അവർക്കെതിരായിട്ട് എന്തെങ്കിലും സംസാരിച്ചാൽ അവർക്കെതിരായിട്ട് കള്ളക്കഥ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നരേന്ദ്രമോദിൻ്റെ ഒരു പ്രധാന ശൈലിയാണ്. ആ ശൈലി പിൻപറ്റിയാണ് ഇവിടെ പിണറായി വിജയനും ഗവൺമെൻറ്റും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഈ വനിതാ റിപ്പോർട്ടർക്കെതിരായിട്ട് ഇപ്പോൾ കേസ് ചുമത്തിയ സംഗതി തീർച്ചയായിട്ടും അപലപനീയമാണ്. ഇവരെത്തരം ദുഷ്ചെയ്തി ചെയ്താൽ പോലും ഇവരുടെ ചെയ്തികളിലുള്ള ജനങ്ങളുടെ പ്രതിഷേധം ഉയർന്നു വരിക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്നും അതുപോലെ കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് നമുക്കൊപ്പം ചേരുന്നു. അഭിജിത്തിലേക്ക് ആദ്യം. അഭിജിത്ത്, ഗുഡ് മോർണിംഗ്. അഭിജിത്ത്, ഈ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കുന്നത് എന്തൊക്കെയാണ്? SKN, ഗുഡ് മോർണിംഗ്. 24 റിപ്പോർട്ടർ വിനീത വിജിക്കെതിരെ കേസെടുത്ത സംഭവത്തിൽ ഇപ്പോഴും പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ പ്രതികരണങ്ങളൊക്കെ തന്നെ വിനീത വിജിക്കെതിരെ കേസെടുത്ത സംഭവത്തെ നിശിതമായി വിമർശിക്കുന്ന ഒന്ന് തന്നെയാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ET മുഹമ്മദ് ബഷീർ MPയുടേതും ഒപ്പം തന്നെ കെ രമ MLA-യുടെ പ്രതികരണങ്ങളാണ് നിലവിൽ പുറത്തു വന്നത്. അതിൽ ET മുഹമ്മദ് ബഷീർ MP സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാധ്യമപ്രവർത്തകരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് തന്നെയാണ്. ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു മാധ്യമപ്രവർത്തകന്റെ, മാധ്യമത്തിന്റെ ജോലി. അവരുടെ കടമ അതാണ്, അവരുടെ ബാധ്യത അതാണ്. ആ വാർത്ത ലഭിച്ച സോഴ്സ് ഏതാണ്, അതിന്റെ ഉറവിടം ഏതാണ് എന്നുള്ള കാര്യം പോലും അത് വെളിപ്പെടുത്തേണ്ട സാഹചര്യം പോലും ഉദിക്കുന്നില്ല. പക്ഷേ നിലവിലെ സാഹചര്യം അത് വളരെ ഭയം ജനിപ്പിക്കുന്ന ഒന്നാണ്. കാരണം ഇത്തരത്തിൽ ഒരു പ്രതിഷേധം റിപ്പോർട്ട് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ വിനീത വിജിക്കെതിരായ കേസ് വന്നിരിക്കുന്നത്. ആ ഒരു ആ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു കേസ് എടുക്കാൻ ഇടയായ സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അത്തരത്തിൽ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഷൂ എറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധം അത് വിനീത റിപ്പോർട്ട് ചെയ്യുന്നു. ആ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ അർത്ഥം ആ ഷൂ എറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധം വിനീതയ്ക്ക് അല്ലെങ്കിൽ ആ റിപ്പോർട്ടർക്ക് അറിയാം എന്നുള്ളതായിരുന്നില്ല. മുൻകൂട്ടി വിനീതയ്ക്ക് ആ ഒരു പ്രതിഷേധത്തെക്കുറിച്ച് ധാരണയുണ്ട് എന്നുള്ളതല്ല. എന്താണ് അവിടെ നടക്കുന്നത്, എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം റിപ്പോർട്ട് ചെയ്യുക മാത്രമാണ് വിനീത ചെയ്തിരിക്കുന്നത്, 24-ന്റെ പ്രതിനിധി ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ET മുഹമ്മദ് ബഷീർ MP പറയുന്നു. കേന്ദ്രത്തിൽ എന്താണ് ഈ മാധ്യമപ്രവർത്തകരോട് ചെയ്യുന്നത്, അതിന് സമാനമായ രീതിയിലുള്ള പ്രവൃത്തിയാണ് കേരളത്തിലും അരങ്ങേറുന്നത് എന്നുള്ള കാര്യവും ET മുഹമ്മദ് ബഷീർ MP അടിവരയിട്ടുകൊണ്ട് പറയുകയാണ്. ഒപ്പം തന്നെ കെ രമ MLA-യുടെ ഒരു പ്രതികരണവും പുറത്തു വന്നിരിക്കുന്നു. അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മാധ്യമപ്രവർത്തകരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് തന്നെയാണ്. ഏത് രീതിയിലാണ് മാധ്യമപ്രവർത്തകരുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ച് തന്നെയാണ്. കൂടാതെ ഈ CDR അടക്കം പുറത്തു പോയതിനെ കുറിച്ച് കൃത്യമായ രീതിയിലുള്ള അന്വേഷണം വേണം എന്നുള്ള കാര്യവും കെ രമ MLA പറയുന്നു. ഈ വിഷയം സഭയിൽ ഉന്നയിക്കും എന്നുള്ള കാര്യവും ഇന്ന് 24-നോട് സംസാരിക്കുമ്പോൾ കെ രമ MLA പറയുകയാണ്. ഏതായാലും SKN, ഈ ഒരു വിഷയത്തിൽ 24 പ്രതിനിധിക്കെതിരെ കേസെടുത്ത സംഭവത്തിൽ വിവിധ കോണുകളിൽ നിന്ന് ഇപ്പോഴും പ്രതികരണം വരികയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൊതുജനത്തിന്റെയും ഒപ്പം തന്നെ ഈ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ നിന്നുള്ളവരുടെ സപ്പോർട്ടും ഈ വിഷയത്തിൽ റിപ്പോർട്ടർക്ക് ഉണ്ടാവുകയാണ്, വിനീത വിജിക്ക് ഉണ്ടാവുകയാണ്. താങ്ക് യു വിഷ്ണു സുരേഷ്. ഇനി താങ്ക് യു അഭിജിത്ത് മുഴക്കുന്ന്. ഇനി വിഷ്ണു സുരേഷിലേക്ക്. ഈ കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തൊക്കെയാണ് വിഷ്ണു? ഗുഡ് മോർണിംഗ്.
SKN തന്റെ ജോലി ചെയ്തതിന് കുറുപ്പുംപടി പോലീസ് വിനീതയ്ക്കെതിരെ എടുത്ത കേസ് അസാധാരണ നടപടിയായി പൊതുസമൂഹം തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ പ്രതിഷേധങ്ങളെല്ലാം ഒരു വശത്ത് ഉയരുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം കുറുപ്പുംപടി പോലീസിനെതിരെ ഉയർന്നത് ഈ CDR, അതായത് വിനീതയും അതോടൊപ്പം തന്നെ ഈ കേസിലെ മറ്റു പ്രതികളുമായി സംസാരിച്ചു എന്ന് പറയുന്നതിൻ്റെ കോൾ റെക്കോർഡ്സ് പുറത്തു വന്നതുമായി ബന്ധപ്പെട്ടാണ്. പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ എന്ന് പോലീസ് അവകാശപ്പെടുന്നത് ഈ CDR ആണ്. ഇതിപ്പോൾ എങ്ങനെ പുറത്തു വന്നു എന്നുള്ളതൊരു ചോദ്യമായി നിലനിൽക്കുന്നുണ്ട്. പോലീസുമായി ബന്ധപ്പെടുമ്പോൾ അത് തങ്ങൾക്കറിയില്ല എന്നുള്ളതാണ് അവരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിവരം. ഈ CDR ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വിനീതയുടെ പേരും ഫോൺ നമ്പറും വെച്ചുകൊണ്ട് വ്യാപകമായി ഇത് സൈബർ ഇടങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അതിന് നേതൃത്വം നൽകുന്നത് CPIM നേതാക്കൾ തന്നെയാണ് എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ കാര്യം. ഇത് എങ്ങനെ പുറത്തു വന്നു എന്നുള്ളതിന് കൃത്യമായ ഒരു അന്വേഷണം വേണം. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഉണ്ടാകണം. അത് റൂറൽ SP-യുടെ ഭാഗത്തു നിന്ന് പക്ഷേ അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിന് സാധ്യത നിലവിൽ നമ്മൾ കാണുന്നുണ്ട്. കാരണം അത്രമേൽ പ്രതിഷേധം ഈ CDR പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട നിലനിൽക്കുന്നുണ്ട്. കേസിന്റെ നടപടികൾ കോടതി തുറന്ന ശേഷമായിരിക്കും ആ കേസ് നടപടികൾ ഉണ്ടാകുക. ഒരുപക്ഷെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ഒരു പ്രാഥമികമായ അന്വേഷണം നടത്താൻ ഒരിക്കൽ കൂടി പോലീസിനോട് പറയാനുള്ള സാധ്യതയും നിലവിലുണ്ട്. ഒരു തരത്തിലും ഭയപ്പെടേണ്ട സാഹചര്യമില്ല, ഭയപ്പെടാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുമില്ല. കൃത്യമായ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മളുടെ തീരുമാനം. പോലീസ് ഈ വിഷയത്തിൽ ഒരു അസാധാരണമായ നടപടി സ്വീകരിച്ചിരിക്കുന്നു. ഈ പാർട്ടിയുടെയോ അതല്ലെങ്കിൽ സർക്കാരിൻ്റെയോ സമ്മർദ്ദം വഴങ്ങി പോലീസ് ഈ കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ പോലീസിന്റെ ഈ കേസിലെ കള്ളക്കളികളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ CDR പുറത്തുവിട്ട നടപടി. ഇതെങ്ങനെ മറ്റ് പൊതുസമൂഹത്തിലേക്കും സോഷ്യൽ മീഡിയയിലേക്കും എത്തി എന്നുള്ളതിന് ഉത്തരം പറയേണ്ടത് പോലീസ് തന്നെയാണ്. അവരോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണം, ഉന്നതതല അന്വേഷണം ഈ ഘട്ടത്തിൽ വേണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യമായി വരുന്നത്. SKN. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്. ഷാജി പൊയ്കയിൽ പറയുന്നത് ഷർട്ട് കൊള്ളാം. ഷർട്ട് കണ്ട ഒരു ഫ്രീക്കന്മാരുടെ ലക്ഷണം ഉണ്ടെന്നാണ് ഷാജി പൊയ്കലിൻ്റെ കണ്ടെത്തൽ. അപ്പോൾ വെളി പറയാതിരിക്കാൻ ഒരു കാര്യം പറയാം ഷാജി, രണ്ടാം ബാല്യത്തിൻ്റെ ആരംഭമായി. പ്രായമാകുമ്പോൾ സെക്കൻഡ് ചൈൽഡ്ഹുഡ് ആരംഭിക്കുന്നു. അപ്പോൾ നമുക്കൊക്കെ രണ്ടാം ബാല്യം ആരംഭിച്ചു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ടാം ബാല്യമൊക്കെ ഒരു ഫ്രീക്കൻ ഉടുപ്പൊക്കെ ഇട്ട് ഇറങ്ങിയ അതിൻ്റെ ഒരു സുഖമൊന്നും വേറെയല്ലേ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.